നാളെയാണ് ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലീഗ് സ്റ്റേജിലെ 8ാമത്തെ മത്സരത്തിന് ഇറങ്ങുവാനായിട്ട് പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 6 തോൽവികളും ഒരു സമനിലയും കൊണ്ട് ലീഗിൽ ലാസ്റ്റ് പൊസിഷനിലാണ് ബ്ലാസ്റ്റേഴ്സ് നിലനിൽക്കുന്നത്. ഈ ഒരു മത്സരത്തിന് മുൻപോടിയായിട്ട് പല മാറ്റങ്ങളും ടീം എത്തിയതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റെലിഗേഷൻ ഒഴിവാക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്നുള്ളത്. അതിനുവേണ്ടി 2 പുതിയ സൈനിങ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ട്. പോരാത്തതിന് കോച്ചിനൊക്കെ തന്നെ നേരത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ പുതിയ താരം മുൻ റയൽ മാഡ്രിഡ് താരമാണ്. അദ്ദേഹം സീനിയർ ടീമിന് വേണ്ടി ഒരു മത്സരം അരങ്ങേറിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച താരത്തിൻ്റെ പ്രൊഫൈലുള്ള ഒരു താരമാണ് നിലവിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരമായിട്ടുള്ള ഫ്രാൻസിസ്കോ അബാലോ. അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി മർലോൺ റോസിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ ക്ലബിലുണ്ട്. അതുമാത്രമല്ല കരീം ബെനാരിഫ് എന്ന് പറയുന്ന നേരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടൊരു മിഡ്ഫീൽഡറും ബ്ലാസ്റ്റേഴ്സ് ടീമിലുണ്ട്. സോ ഇവർ രണ്ടുപേരും നാളത്തെ മത്സരത്തിൽ ഇറങ്ങുമോ എന്നൊരു കാര്യത്തിൽ ഒരു ചെറിയ ആശങ്കയുണ്ടെങ്കിൽ പോലും ഇറങ്ങുവാൻ തന്നെയാണ് കൂടുതലും സാധ്യതയുള്ളത്. പോരാത്തതിന് ബംഗളൂരു FCക്കെതിരെയാണ് നാളത്തെ മത്സരം. സോ നാളത്തെ മത്സരം വിജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. തീർച്ചയായും വളരെയധികം ലെവലിൽ വളരെയധികം കൂടി നിൽക്കുന്നൊരു മത്സരമായിരിക്കും നാളെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക. കാരണം ബ്ലാസ്റ്റേഴ്സ് അത്രയ്ക്കും മോശപ്പെട്ട സിറ്റുവേഷനിലൂടെയാണ് നീങ്ങുന്നത്. ഡിഫൻസിങ് ടീമിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഡിഫൻസിങ് യൂണിറ്റിലാണെങ്കിൽ പോലും ഐബൻ ടോംഗ്ലിംഗ് ഉണ്ടാവുന്നില്ല. കാരണം അദ്ദേഹത്തിന് റെഡ് കാർഡുണ്ട്. പോരാത്തതിന് പുതിയ കോച്ച്, പുതിയ സിസ്റ്റം, പുതിയ താരങ്ങളൊക്കെ തന്നെ എത്തുന്നു. അതിനെല്ലാം പുറമെ റെലിഗേഷനിൽ നിന്ന് മുക്തരാകുക എന്നൊരു പ്രധാന ഘടകമുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ആണ് നിലവിൽ ബോട്ടം ലെവലിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൊരു ക്ലബ്ബ്. ആ സാഹചര്യത്തിൽ ഇനിയുള്ള മത്സരങ്ങൾ വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അവസാന ഘട്ടത്തിലൂടെ എത്തുമ്പോൾ മറ്റുള്ള ടീമുകൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ബോട്ടം ലെവലിലുള്ള മറ്റുള്ള ടീമുകൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായും ബ്ലാസ്റ്റേഴ്സിനെ ബാധിക്കുമെന്നൊരു കാര്യം ഉറപ്പാണ്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ISL നിന്ന് റെലിഗേറ്റായി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ഇനിയുള്ള 6 മത്സരങ്ങൾ വിജയിക്കുക മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി വിജയിച്ചുകൊണ്ട് ഈ ഒരു റെലിഗേഷൻ ഒഴിവാക്കി അതിൽ നിന്ന് മുക്തരാവുക എന്നതാണ് നിലവിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് പുതിയ കോച്ചിനെയും പുതിയ താരങ്ങളെയും ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പല ആരാധകരും ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ സ്ക്വാഡിനെ തന്നെ നിലനിർത്തുകയായിരുന്നുവെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ ഒരു ട്രോഫി വിന്നിംഗ് പൊസിഷനിൽ നിൽക്കേണ്ട ഒരു ക്ലബ്ബായിരുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യേണ്ട ഒരു ക്ലബ്ബായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റേത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് റെലിഗേഷനിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് പരിശ്രമിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. സോ ഉറപ്പായും തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് വളരെ വലിയ പ്രഷർ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വെക്കുന്നുണ്ട്. പോരാത്തതിന് മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പല ആരാധക സംഘടനയും മുൻപോട്ട് വരുന്നുമുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഉറപ്പായും തന്നെ വളരെ വലിയൊരു പ്രതിഷേധം തന്നെ നടക്കുന്നുണ്ട്. നാളത്തെ മത്സരത്തിൻ്റെ റിസൾട്ട് കൂടി മോശമായിട്ടാണ് ടീമിനെ ബാധിക്കുന്നതെങ്കിൽ ഉറപ്പായും തന്നെ ഈ ഒരു ക്ലബിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം തീരുമാനമാകുമെന്നൊരു കാര്യം ഉറപ്പാണ്. കാരണം മുഹമ്മദൻസ് FC ബ്ലാസ്റ്റേഴ്സിന് താഴെയുള്ള ക്ലബ്ബ് വളരെ ചുരുങ്ങിയ മത്സരങ്ങൾ മാത്രം, അതായത് നാളത്തെ മത്സരം കൂടി കഴിയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ 2 മത്സരം കുറവായിരിക്കും മുഹമ്മദൻസ് കളിച്ചിട്ടുണ്ടാവുക. ആ ഒരു സാഹചര്യത്തിൽ അത് മോശമായി തന്നെ ബാധിക്കുന്നതായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ.